ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ പ്രണയലേഖനം എഴുതിയിട്ടുണ്ട്. ആദ്യത്തെയും അവസാനത്തെയും. അവളെ എനിക്കിഷ്ടമായിരുന്നു. അവൾക്ക് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പാട്ടുകൾ എഴുതിയത്. ഗിരീഷ് പുത്തഞ്ചേരി നല്ല വരികളുടെ വസന്തകാലം സമ്മാനിച്ച എഴുത്തുകാരനാണ്. അയാൾ കുറിച്ചിട്ട വരികളിൽ പ്രണയമുണ്ടെന്ന് മാത്രമല്ല, ആ വരികൾ മറ്റൊരാളെ പ്രണയത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നു. ഒരാളോടുള്ള ഇഷ്ടം അത്രയും ആഴത്തിൽ ഒരു നന്മയായി ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ അയാൾ എഴുതിയ വരികൾക്ക് എങ്ങനെ ഇത്ര മനോഹാരിത വരാതിരിക്കും? അയാൾ പ്രണയത്തെ വർണ്ണിച്ചതും കാത്തിരിപ്പിനെ കുറിച്ച് എഴുതിയതും വിരഹത്തെ അടയാളപ്പെടുത്തിയതും നഷ്ടങ്ങളെ ഓർത്തതുമെല്ലാം അയാളുടെ അനുഭവങ്ങൾ കൊണ്ട് തന്നെയാകാം. പ്രണയത്തിന്റെ എല്ലാ ഭാവങ്ങളും അതിന്റെ സൗന്ദര്യം ഒട്ടും നഷ്ടപ്പെടാതെ വരികളാക്കി കുറിച്ചു വയ്ക്കാൻ ഗിരീഷ് പുത്തഞ്ചേരിയോളം മറ്റൊരാൾക്കും മലയാള സിനിമ ഗാനശാഖയിൽ സാധിച്ചിട്ടില്ലെന്ന് നിസ്സംശയം പറയാം. വരികൾക്കെന്ന പോലെ അയാളുടെ പ്രണയത്തിനും അത്രയും ആഴവും മനോഹാരിതയും ഉണ്ടായിരുന്നിരിക്കണം. അതാകണം കാലം എത്ര ഓടിമറന്നിട്ടും അയാളുടെ വരികളുടെ പ്രണയഭാവത്തിന് ഒരു മാറ്റവും സംഭവിക്കാത്തത്. ഉള്ളിൽ കവിതയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്ര മനോഹരമായി വരികൾ എഴുതാൻ കഴിയുകയുള്ളൂ എന്നാണ് ഒരിക്കൽ ഗിരീഷ് പുത്തഞ്ചേരിയെക്കുറിച്ച് MD പറഞ്ഞത്. മലയാള സിനിമയിൽ ഇതുവരെ കേട്ടതിൽ ഇത്രയും ആസ്വാദകനെ പിടിച്ചിരുത്തുന്ന വരികൾ വേറെ ഉണ്ടാവില്ല. 11 വർഷമായിരിക്കുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന വിസ്മയം ഈ ലോകത്ത് നിന്ന് മറഞ്ഞിട്ട്. മലയാള സംഗീത ലോകത്തിന് എന്നും കാതിന് വിരുന്നായി ഓടിയെത്തുന്ന ഒരു പിടി ഗാനങ്ങൾ സമ്മാനിച്ചവരിൽ പ്രധാനിയാണ് ഗിരീഷ് പുത്തഞ്ചേരി. പരേതരായ പുളിക്കൽ കൃഷ്ണപ്പണിക്കരുടെയും മീനാക്ഷി അമ്മയുടെയും മകനായി 1961 മെയ് 1 കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള പുത്തഞ്ചേരിയിൽ ജനനം. പുത്തഞ്ചേരി സർക്കാർ LP സ്കൂൾ, മൊടക്കല്ലൂർ UP സ്കൂൾ, പാലോറ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് എന്നിവിടങ്ങളിൽ പഠനം. പഠനകാലത്ത് കോഴിക്കോട് ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം. കാസറ്റ് കമ്പനികൾക്ക് വേണ്ടി നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1989 UV രവീന്ദ്രനാഥ് സംവിധാനം ചെയ്ത എൻക്വയറി എന്ന ചിത്രത്തിലേക്ക് ഗാനങ്ങൾ എഴുതിയാണ് ചലച്ചിത്ര ഗാനരചനാ രംഗത്തേക്ക് വരുന്നത്. 300-ലേറെ ചിത്രങ്ങളിലായി 1599-ലേറെ ഗാനങ്ങൾ രചിച്ചു. 7 തവണ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള അംഗീകാരം അദ്ദേഹം കരസ്ഥമാക്കി. മേലെപ്പറമ്പിൽ ആൺവീട്, ഇക്കരയാണെന്റെ മാനസം, പല്ലാവൂർ ദേവനാരായണൻ, വടക്കുംനാഥൻ, അടിവാരം, ഓരോ വിളിയും കാതോർത്ത്, കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്നീ ചിത്രങ്ങൾക്ക് കഥയും വടക്കുംനാഥൻ, പല്ലാവൂർ ദേവനാരായണൻ, കിന്നരിപ്പുഴയോരം, ബ്രഹ്മരക്ഷസ് എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥയും രചിച്ചിട്ടുണ്ട് അദ്ദേഹം. അവസാന കാലത്ത് സ്വന്തം തിരക്കഥയിൽ രാമൻ പോലീസ് എന്ന പേരിൽ മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു അദ്ദേഹം. മാന്ത്രികത ഒളിപ്പിച്ച വിരൽത്തുമ്പുകളായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടേത്. സന്ദർഭത്തിനനുസരിച്ച് ഈണങ്ങൾക്കനുസരിച്ച് വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ നിമിഷങ്ങൾ മതിയായിരുന്നു ഈ എഴുത്തുകാരന്. ഹാപ്പി ഹസ്ബൻഡ്സ് വരെയുള്ള പുത്തഞ്ചേരി യുഗം ഇമ്പമാർന്ന ഗാനങ്ങളാൽ സമ്പന്നമായിരുന്നു. അക്ഷരങ്ങൾ ഒരിക്കലും ആ തൂലികയ്ക്ക് ഒരു പ്രതിബന്ധമായില്ല. ഗിരീഷിന്റെ വരികൾ രവീന്ദ്ര സംഗീതത്താൽ ഉണർന്ന് ഗാനഗന്ധർവന്റെ നാദത്തിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ അവയ്ക്ക് അനിർവചനീയമായ ചാരുത കൈവന്നിരുന്നു. ഹരിമുരളീരവം, ഗംഗെ, മൂവന്തി താഴ്വരയിൽ, മനസ്സിൻ മണിച്ചുമിഴൽ, ശോകമൂകമായി തുടങ്ങിയ ഗാനങ്ങൾ സംഗീതപ്രേമികളുടെ ആസ്വാദനത്തെ സവിശേഷമായ ഉന്നതിയിലേക്ക് നയിച്ചവയാണ്. മഴയും പ്രാവും നിലാവും തെന്നലും രാത്രിയും ഗിരീഷിന്റെ ഗാനങ്ങളിലെ നിത്യസന്ദർശകരായിരുന്നു. പ്രണയവും വിരഹവും കൊഞ്ചലും അതിന്റെ തീവ്രതയിൽ തന്നെ ആ വരികളിലും ഗാനാസ്വാദകരെ അനുഭവിപ്പിച്ചു. ഈ വികാരങ്ങൾ അതിന്റെ പാരമ്യത്തിൽ അനുഭവിക്കുന്ന ഓരോ നിമിഷവും മലയാളികൾ അവരറിയാതെ ചുണ്ടിൽ വിരിഞ്ഞത് ഈ വരികളായിരുന്നു. അങ്ങനെ മൂളാൻ പ്രേരിപ്പിക്കുന്ന ഏതോ മാസ്മരിക വരികളിൽ എവിടെയൊക്കെയോ ഒളിപ്പിക്കാൻ പുത്തഞ്ചേരിക്ക് കഴിഞ്ഞിരുന്നു. ചൈതന്യ സ്വരൂപങ്ങളായ ജീവിതങ്ങൾ എളുപ്പമാ സമയതീരങ്ങൾ കടന്നുപോകും. അക്ഷരങ്ങളുടെ നിത്യകാമുകന് പ്രണാമം.